ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നിങ്ങളെ ചോദ്യത്തിനൊക്കെ ഉള്ള കുറേ അധികം ഉത്തരങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക, എന്നാലാണ് ഞാൻ ഇത്രയും നാൾ എവിടെയായിരുന്നു, ഞാൻ എന്താണ് വീഡിയോ ഇടാതിരുന്നത് എന്നുള്ള നിങ്ങളെ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ. ഏകദേശം 2 ആഴ്ചയായി തോന്നുന്നു ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി, നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നറിയിച്ചിട്ടുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് കമൻറ്റും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നും ഞാൻ റിപ്ലൈ തന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ല നല്ല ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രാർത്ഥനകളും കെയറും ഒക്കെ ആയിട്ടുള്ള കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് വരാം. ഇതിപ്പോൾ ഞാനും റഫീഖയും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പായതിനു ശേഷം ഞാൻ കാണിക്കുന്നത്, അതായത് ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത് നമ്മളെ പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അതായത് തിരൂർ എത്തണ്ട അതിൻ്റെ മുമ്പാണ് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ വരുന്നത്. മലപ്പുറത്തൊക്കെ ഒന്നും പോകണ്ട കേട്ടോ. പരപ്പനങ്ങാടി എന്ന് പറയും, നഹാസ്. അവിടെ നിന്നാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ടെസ്റ്റൊക്കെ ചെയ്തു, നമ്മൾ തിരിച്ചു വന്നു. പിന്നെ വീട്ടിൽ നിന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഫാത്തിമ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ബ്ലഡ് കൊടുത്തിട്ട് അതിൻ്റെ കൗണ്ട് ഇങ്ങനെ നോക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലഡ് കൊടുക്കുക കേട്ടോ, എന്നിട്ട് അതിൻ്റെ ഗ്രോത്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലഡ് കൊടുക്കൽ ഇതൊരു ചടങ്ങാണ് കേട്ടോ. ശരിക്കും 1-2 ദിവസം നമ്മൾ വരും. അപ്പോൾ അതിങ്ങനെ ഹൈ ആയി വരണം. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാര്യം മുന്നേ എനിക്ക് പ്രഗ്നൻ്റ് ആയതാണ്, ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നതല്ല. മുന്നേ 3 തവണ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അതിൽ 3 തവണയും 2-3 മാസങ്ങളാകുമ്പോൾ അബോഷനായിട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് എടുത്തിട്ട് ഇവർ റിസൾട്ട് തരുമ്പോൾ റിസൾട്ട് നമ്മൾ വാട്സപ്പ് വഴി നമ്മൾ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് അയച്ചു കൊടുക്കും. കാര്യം നമുക്ക് യാത്രയും അങ്ങനെ എപ്പോഴും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ചെയ്താൽ മതി എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. സീനും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ ആ ഒരു ടൈമിൽ കുറച്ച് വീഡിയോ അവിടെ ആയിട്ട് ഓരോരോ ക്ലിപ്പുകൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയതേ ഉള്ളൂ. പിന്നെ ഡോക്ടർ ബെഡ് റെസ്റ്റും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യണ്ട. പിന്നെ കുഞ്ഞിന്ന് വരുന്ന ജോലികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ തുടക്കൽ, അങ്ങനെ അലക്കൽ, അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനത്തെ എന്നല്ല, ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ നല്ലോണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. കുളിക്കൽ, അപ്പോൾ നമ്മൾ ഷവറിൻ്റെ ചോട്ടിലിരുന്നിട്ട് ജസ്റ്റ് കുളിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കുളിപ്പിച്ച് തരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അല്ലെങ്കിലും റെസ്റ്റ് തന്നെയാണ്. നമ്മൾ വീട്ടിൽ അങ്ങനെ പണിയെടുക്കണം എന്ന് വിചാരിച്ചാൽ എടുത്താൽ മതി, എടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബെഡ് റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് റെസ്റ്റ് തന്നെ എടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റിലൂടെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഓരോ ദിവസവും പോകാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഓടിച്ചാടി നടക്കുന്ന പോലെയല്ലല്ലോ ഒരു ഭാഗത്ത് അനങ്ങാണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സമയം പോകാത്തൊരു ഫീൽ ഉണ്ടാവില്ലേ. മനസ്സിൽ സന്തോഷമാണ്, നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആവലാതികളും വേവലാതികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് അന്നത്തെ ദിവസം റോഫ്ക്കയും ഫാമിലിയും, ജംഷിയും കുട്ടികളും, അതുപോലെ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏട്ടനും ഫാമിലിയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നി. നമുക്കിഷ്ടമുള്ളവരൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാം മറന്ന് നമ്മൾ ഹാപ്പി ആവൂലേ, ഒന്ന് എനർജറ്റിക് ആവൂലേ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇവരെയും കുട്ടികളെയൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടും പോവലുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ദിവസമായിട്ട് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. യാത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാവരും സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചായ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒരാൾ മാത്രം ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെ ജംഷിനോട് ചോദിച്ചപ്പോൾ അതായത് ഞാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, റോഫ്ഖാൻ്റെ മോള് ആയിഷ സാരനുണ്ടോ, ഞങ്ങൾ കുഞ്ഞു എന്ന് വിളിക്കും. അപ്പോൾ കുഞ്ഞു ഒരു പുതിയ ട്യൂഷന് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജംഷിനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ് കേട്ടോ, ഏത് ട്യൂഷനാണ് എന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പം ഞാൻ ഇത് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് പോവാം, നിങ്ങളെ കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കുഞ്ഞു കുറച്ചായിട്ട് ആൽബിഡോൻ്റെ ഓൺലൈൻ ട്യൂഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് ജംഷി പറഞ്ഞു കേട്ടോ. ആള് പഠിക്കാനൊക്കെ നല്ല മിടുക്കിയാണ് കേട്ടോ. പക്ഷെ ഒന്നുകൂടെ ഇപ്പോൾ കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് ഹൈ ആയി, ഒന്നുകൂടെ ഒന്ന് മിടുക്കിയായിട്ടുണ്ട് കേട്ടോ. മാത്സിലാണ് കുഞ്ഞുവിന് ട്യൂഷന് കൊടുത്തിട്ടുള്ളത്. ഇവർ നമ്മുടെ മക്കളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിനുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ആൽബിഡോൻ്റെ അക്കാഡമിക് ട്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്താണ് കേട്ടോ ഇവർ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഇവർ ഈ സ്പീക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ബേസിക് ഫൗണ്ടേഷൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ബേസിക് ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അക്കാഡമിക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കാഡമിക് ട്യൂഷൻ മാത്രമല്ല കേട്ടോ, മികച്ച സ്കൂളിങ്ങും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് ആസ്വദിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കിൻഡർ ഗാർഡൻ പ്രോഗ്രാംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ CBSE, IGCSE, ICSE, സ്റ്റേറ്റ്, കേംബ്രിഡ്ജ്, IB തുടങ്ങിയ വിവിധ സിലബസുകളിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്കും ഓരോരോ പാഠഭാഗങ്ങൾക്കനുസരിച്ചുമാണ് ഇവർ കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഓരോ കുട്ടിക്കും 100% ഇൻഡിവിജ്വൽ അറ്റൻഷൻ, പേഴ്സണലൈസ്ഡ് ലേണിംഗ്, ഫ്ലെക്സിബിൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്, സ്ട്രോങ് ഫൗണ്ടേഷൻ കെട്ടിപ്പടുക്കാനും ആൽബിഡോ അക്കാദമിക് കോഴ്സ് വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് വെറുതെ കുട്ടികൾ ഫോണും നോക്കിയിരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെയുള്ള ട്യൂഷനൊക്കെ കുട്ടികളെ ചേർക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പാരൻസ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആൽബിഡോ എഡ്യൂക്കേറ്ററിൻ്റെ അക്കാഡമിക് ട്യൂഷൻ മക്കൾക്ക് ബെസ്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഇവരുടെ കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ട്, അതുപോലെ തന്നെ കുഞ്ഞുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജംഷി പറയുന്നതും കേട്ടിട്ട് എനിക്ക് അങ്ങനെ കേട്ടോ ഫീൽ ചെയ്തത്, തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള YT0038 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് മറക്കരുതേ. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടെങ്കിലും ഇതിൽ ചെറുതായിട്ടൊരു ഭാഗം ഇതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. നിങ്ങളെ കുട്ടികൾക്കും എന്തായാലും ഇത് യൂസ്ഫുൾ ആവും. ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ കുഞ്ഞുവിൻ്റെ ക്ലാസ് ഏകദേശം കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നടക്കട്ടെ, നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവർ ജംഷിയൊക്കെ ചായ എടുക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞ് ഒരു 10-15 ദിവസം, ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വീട്ടിൽ പോയി വരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോക്ക് കാര്യങ്ങൾ എല്ലാമായിട്ട് നല്ല ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് ഡൗട്ടായി. പിന്നെ അങ്ങനെ നമ്മൾ പിന്നെയും ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ലാസ്റ്റ് വ്ളോഗൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അടുപ്പിച്ച് അതിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗുകൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ചെയ്യാതെയുള്ള കുക്കിംഗ് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ലാസ്റ്റ് ഒരു 2 വ്ളോഗൊക്കെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെന്ന്. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഇപ്പോൾ ഒരു 13-14 വർഷങ്ങൾക്ക് ശേഷം കൺസീവ് ആയിട്ടേ ഇല്ല എന്നിട്ട് ഇപ്പോഴാണ് നമ്മൾ അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് നമ്മൾ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആയപ്പോൾ മുതൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം നമുക്ക് ഇപ്പോഴാണ് കൺസീവ് ആയത്.
അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്കും നമ്മളെ ഫാമിലിക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു വൈഡ് ആയിട്ട് നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാലും നമ്മളെ വീട്ടിലുള്ള വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ റഫീഖാൻ്റെ വീട് അങ്ങനെ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു നമ്മളും. പിന്നെ സാധാരണ എനിക്കൊരു പ്രശ്നം ഫസ്റ്റത്തേനൊക്കെ അങ്ങനെ പ്രശ്നം വരവ് ഒരു 2 മാസം 3 മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഗ്രോത്ത് നിന്നു പോവുക, ആ ഒരു സംഭവമാണ് ഉണ്ടാവൽ. അപ്പോൾ ആ ഒരു പേടി നമുക്ക് ഉണ്ടായിരുന്നു. എന്നാലും മാക്സിമം മൈൻഡ് റിലാക്സ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിലും റഫീഖാണെങ്കിലും അതേ, നമ്മൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും നമുക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള നിലയിലാണ് ഞാൻ വ്ളോഗാണെങ്കിലും കൂടിയിട്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് റഫീഖയും പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് അവരൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാൻ വ്ളോഗ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്നിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളും ഒന്നും ഒരു ആവലാതി, ഇതിപ്പോൾ എന്തെങ്കിലും ആവുമോ അങ്ങനത്തെ ഒരു പേടിയും ഈ ഒരു രീതിയിലൂടെ കടന്നു പോകുന്നവർക്ക് കുറച്ചുകൂടെ ഇത് ലിങ്ക് ആകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഒരു നോർമൽ പ്രഗ്നൻസിയുള്ള ആളുകളെക്കാളും അങ്ങനെയുള്ളവർക്ക് വേഗം മനസ്സിലാവും അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ, ചെറുതല്ല വലുതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. അപ്പം അതൊക്കെ ഇല്ലാതെ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നഹാസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്ന സമയത്ത് ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ വളർച്ചയിൽ ചെറിയൊരു കുറവ് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ അഡ്മിറ്റ് ആകുക, എന്നിട്ട് നമുക്ക് നോക്കാം. ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മെഡിസിനൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഒരാഴ്ച നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് സ്കാനിങ് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 2 ആഴ്ചയോളം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ നഹാസിൽ ഉണ്ടായിട്ടുണ്ടായിന്. പക്കാ ബെഡ് റെസ്റ്റ് കേട്ടോ, ഇരിക്കുക വരെ വേണ്ടാന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇരിക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ നമ്മൾ വേറെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ കിടത്തം മാത്രം കേട്ടോ, അതെന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോകാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ ആണല്ലോ, അപ്പോൾ പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന ദിവസം ഞാനും റഫീഖയും നിന്നു. പിന്നെ ഏട്ടത്തീനെ അങ്ങോട്ടേക്ക് വരുത്തി. റഫീഖൊക്കെ ഡ്യൂട്ടി ഉണ്ടല്ലോ, അപ്പോൾ അത് വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്, ലീവ് എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചാൽ ആളുണ്ടല്ലോ നമുക്ക് കൂടെ നിൽക്കാൻ. അപ്പോൾ അങ്ങനെ പിന്നെ ഏട്ടത്തി വന്നു, റഫീഖ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെ ഏട്ടത്തിക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോൾ റഫീഖാൻ്റെ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അങ്ങനെ മാറി മാറി അങ്ങനെ ആയിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2 ആഴ്ചയോളം ആവാനായപ്പോൾ നമ്മൾ സ്കാനിങ് ചെയ്ത് ഇവിടുന്ന് സ്കാനിങ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. സ്കാനിങ് ചെയ്തപ്പോൾ നമ്മൾ റിപ്പോർട്ട് നമുക്ക് അത്ര ഒരു സന്തോഷം തരുന്ന ഒരു റിപ്പോർട്ടായിരുന്നില്ല. കാര്യം അതിൽ അത്യാവശ്യം വളർച്ചക്കുറവ് കാണുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് തന്നെ വളർച്ചക്കുറവുണ്ട്. അപ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഡോക്ടറിന് താല്പര്യമില്ല, അപ്പോൾ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമ്മളോട് പറഞ്ഞു കേട്ടോ. എന്താ പറയുക, നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളത് എന്താ പറയുക, അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ടേക്ക് കോംപ്ലിക്കേഷൻസ് ആവാനേ ചാൻസ് ഉള്ളൂ. 2-3 മാസം ആയി കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആവുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള കുട്ടി ആവുക എന്നുള്ളത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അത് മെഡിസിൻ വെച്ചിട്ട് DNC വേണ്ട, നമുക്ക് മെഡിസിൻ വെച്ചിട്ട് അങ്ങനെ കളയുക, അബോർഷൻ ചെയ്യുക, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ മെഡിസിൻ വെച്ചു. 1 ദിവസം 2 ദിവസം 3 ദിവസം നമുക്ക് മെഡിസിൻ വെച്ചിട്ടും അത് പോവുകയുണ്ടായില്ല. പിന്നെ DNC തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ DNCയും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലീനാക്കി. അപ്പോൾ ആ കഥ അവിടെ അവസാനിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഏട്ടത്തിൻ്റെ വീട്ടിലാണ് ഞാൻ നിന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ പോസ്റ്റ് ഇട്ട് ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം കേട്ടോ, 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എനിക്ക് ആ ഒരു കമൻറ്റിന് റിപ്ലൈ തരാനോ ആ ഒരു സന്തോഷം, ആ ഒരു കമൻറ്റൊക്കെ വായിച്ചിട്ടൊന്ന് ഹാപ്പി ആവാനുള്ളൊരു മൈൻഡും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. അത് വേറെ കാര്യം. പിന്നെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇത് റെഡിയായിട്ട് നമ്മൾ മൈൻഡും അതിലേക്ക് ഇങ്ങനെ സെറ്റായിട്ട് വന്നു.
അപ്പോൾ കുറച്ച് ദിവസം അവിടെ ഒരാഴ്ച ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്നതിന് ശേഷം ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് കൽപ്പറ്റയൊക്കെ തന്നെ വന്നു കേട്ടോ. റഫീഖാൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഇവിടെയും എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഏട്ടത്തിയാണെങ്കിലും അതുപോലെ തന്നെ ഉമ്മയാണെങ്കിലും അതുപോലെ തന്നെ റഫീഖാൻ്റെ പെങ്ങന്മാരും ഒക്കെ വന്നിട്ട് പണികളൊക്കെ എടുത്തു വെച്ചിട്ട് പോയിരുന്നു കേട്ടോ. ഫുഡാണെങ്കിലും ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. റെസ്റ്റ് പറഞ്ഞതിന് ശേഷം അവർ ഫുഡ് ഉണ്ടാക്കുക, വീട് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ട് പോവും. ജസ്റ്റ് നമുക്ക് കഴിച്ചാൽ മാത്രം മതി, അങ്ങനെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ തിരിച്ചു വന്നിട്ടും അങ്ങനെ തന്നെ ഞാൻ അധികം പണികൾ കാര്യങ്ങൾ ഒന്നും എടുക്കലുണ്ടായിരുന്നില്ല. റെസ്റ്റ് തന്നെയാണ്. കുറേ കാര്യങ്ങൾ പിന്നെ റഫീഖ് തന്നെ ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു റെസ്റ്റിലൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിലും എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പോയതിന് ശേഷം പിന്നെ നമുക്ക് എന്തായാലും റെസ്റ്റ് എടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും ആയിട്ട് വരാതിരുന്നത്. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് ഞാനൊന്നും പറയാതെ അതിങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടുമ്പോൾ അത് വേണ്ടാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും മെൻ്റലി ഓക്കെ ആയതിന് ശേഷം ഞാൻ തന്നെ വന്നിട്ട് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ വൈകിയതിട്ട്. എനിക്ക് തന്നെ ഒന്ന് ഓക്കെ ആവേണ്ടി ഒന്ന് നമ്മളെ മൈൻഡ് തന്നെ ഒന്ന് സെറ്റായിട്ട് വരണമല്ലോ, അതിലേക്കൊന്ന് റെഡി ആയിട്ട് ആദ്യത്തതിലേക്ക് ഒന്ന് റെഡി ആയിട്ട് വരണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈമും കൂടിയാണ് ഞാൻ ഈ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. എന്താ പറയുക, നമ്മളതിലേക്ക് എന്താ പറയുക, അതിലേക്ക് അങ്ങ് ഇതായിപ്പോവും. നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളും മാറണമല്ലോ അങ്ങനെ. പിന്നെ അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പടച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തരാത്തൊരു ചെറിയ കാര്യം, ചെറുതല്ല എന്നാലും പറയാം, കുറേ നല്ല കാര്യങ്ങൾ തന്നതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യം തന്നെ അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാശി പിടിക്കുന്നതോ കരയുന്നതോ ഒന്നും പ്രാർത്ഥിക്കാം നമുക്ക് അത്രമാത്രം ശരിയല്ല എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ എടുത്തു നോക്കിയപ്പോൾ എനിക്കെല്ലാം ഓക്കെയാണ്. ഇപ്പോൾ എല്ലാം റാഹത്താണ്. അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. ഞാൻ പൂർവാധികം ശക്തിയോടെ ഓക്കെ ആയിട്ടുണ്ട്. അല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ വിചാരിച്ചതിലും, കാരണം എങ്ങനെയാണോ ഞാനിനി എനിക്ക് വീട്ടിലേക്കൊക്കെ വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ നിന്ന് നല്ലോണം പോയതല്ലേ. അപ്പോൾ ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും ഓരോ സ്ഥലത്ത് ഞാൻ പോയിട്ടിരിക്കുമ്പോഴും എനിക്കൊരു ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട്, വിഷമവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ എങ്ങനെ റിക്കവറി ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചതിലും വേഗത്തിൽ എനിക്ക് ഓക്കെ ആകാൻ വേണ്ടിയിട്ട് പറ്റിയെന്നുള്ളതാണ് കേട്ടോ സത്യം. അതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് കേട്ടോ. നിങ്ങളെ ഓരോരുത്തരും പ്രാർത്ഥനയും കാര്യങ്ങൾ കൊണ്ടും എല്ലാമാണ് എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനിയും എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ വേണം. എനിക്കറിയാം അതുണ്ടെന്ന്, എനിക്കറിയാം അത് ഉണ്ടായിരുന്നു എന്നും എനിക്കറിയാം. അപ്പോൾ ഇനിയും അതെൻ്റെ കൂടെ വേണമെന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും വന്ന് പറയുന്ന പോലെ പറയുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനോ വിഷമിച്ച് പറയാനോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്താ പറയുക, എൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്ന് ഉണ്ടായിരുന്നു. വീഡിയോ പോലും ഞാൻ അതിനായിട്ട് എടുത്തു വെച്ച വീഡിയോ അല്ല കേട്ടോ. കാരണം പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഞാനിതിൽ കുറേ ആഡ് ചെയ്തത്. പിന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്. ഞാൻ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് തന്നെയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങളോട് പറഞ്ഞു വന്നപ്പോൾ ലാസ്റ്റിലേക്ക് അത് ഒരു എന്താ പറയുക സാഡ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് പറയാൻ വന്നതെന്ന് മാത്രം. അപ്പം ഇനിയും നല്ല നല്ല കാര്യങ്ങൾ എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും സംഭവിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും വീഡിയോയിൽ പറയണ്ട എന്നുള്ള രീതിയിലും. ഇങ്ങനെ നമ്മളോടിങ്ങനെ പറയുമല്ലോ വീഡിയോയിൽ പറയണോ എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
പക്ഷേ എനിക്കത് പറയാതിരുന്നാലും മുന്നോട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് എനിക്ക് പോകാൻ പറ്റൂല കേട്ടോ. എൻ്റെ വായിൽ നിന്ന് എപ്പോഴെങ്കിലും അത് പുറത്ത് വരും. പിന്നെ മറച്ച് വെച്ചിട്ട് ഒരു കാര്യം മറച്ച് വെച്ചിട്ട് ഇപ്പുറത്തെ കാര്യങ്ങൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ എനിക്ക് പറ്റൂല. അതവിടെ ഇങ്ങനെ കിടക്കും. പിന്നെ അതല്ല എൻ്റെ സംസാരത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളോട് അത് വരികയും ചെയ്യും. അപ്പോൾ പിന്നെ എല്ലാം നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുള്ള ഭാഗ്യമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ഹാപ്പിനെസ്സും അതുപോലെ തന്നെ നമുക്കുണ്ടായ വിഷമവും എല്ലാം നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ അതിനായിട്ട് ചൂസ് ചെയ്തത്. പിന്നെ കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല എൻ്റെ വാട്സപ്പിൽ ചിലരിടത്തൊക്കെ വാട്സപ്പ് നമ്പർ ഉണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരുപാട് കമൻറ്റ്, ഞാൻ പറഞ്ഞില്ല ആ പോസ്റ്റിൻ്റെ അടിയിൽ ഒരുപാട് കമൻറ്റ്. അത് പിന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ഇങ്ങനത്തതാണ്. മറ്റേത് അവർക്ക് എന്താണെന്ന് അറിയായിട്ട് എന്താ വീഡിയോ ഇടാത്തത്, അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ ഇട്ടാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയുകയാണ്, ഒരാളുടെ കോളുകളോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജുകളോ ഞാൻ നോക്കിയിട്ടില്ല, നോക്കാറില്ല. കാരണം ഞാനിപ്പോൾ ഇവിടെ വെച്ച് പറയുകയാണ്, ഈ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ബൂസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ ഒരു എനർജി ഉണ്ടല്ലോ, അതെനിക്ക് ആ ഒരു പോസിറ്റിവിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഞാൻ വീണ്ടും ആ കഥയിലേക്ക് വീണ്ടും ഇത് തന്നെ പറയല്ലേ. ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ കോളുകളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യാത്തത്. വീഡിയോ വന്നാൽ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. ഇത് ഞാൻ വേഗം ഇടണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടൈം എടുത്തു ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കമൻറ്റിനും ഒന്നും റിപ്ലൈ തരാതിരുന്നത്, കോളുകളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളോട് ക്ഷമയും കൂടെ ചോദിക്കാനായിട്ട്. ആ ഒരു കാര്യത്തിൽ ഒരുപാട് പേര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് മെസ്സേജസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ മനസ്സിൽ ഞാനുണ്ട് എന്നതെനിക്കറിയാം. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് തിരിച്ച് പൂർവാധിക ശക്തിയോടെ നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാനായത് നിങ്ങളെൻ്റെ ബാക്കിലുള്ള ആ ഒരു ബലവും കാര്യങ്ങളും നിങ്ങളെ കമൻറ്റും എല്ലാം കണ്ടതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് അവതരിപ്പിക്കുക, ഒന്ന് പറയുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മൾ അടുത്ത ദിവസമൊക്കെ ആയിട്ട് പഴയതിലും നല്ല ഉഷാറായിട്ട് നല്ല കണ്ടൻറ്റ് വീഡിയോസും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇത്രയും നിങ്ങളോട് പറഞ്ഞപ്പോൾ ഇതുവരെ എങ്ങനെ വീഡിയോ ഞാൻ ചെയ്യും, എങ്ങനെ ഞാൻ എല്ലാം ബ്ലാങ്ക് ആയിരുന്നു കേട്ടോ. എങ്ങനെ ഇനി സ്റ്റാർട്ട് ചെയ്യുക ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. വീഡിയോ വീഡിയോ ചെയ്യാനൊന്നും അറിയാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീലും മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് നല്ല ഉഷാറായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.